പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകെ ആരെന്ന് രാഹുൽ കണ്ടുപിടിച്ചു. ആരാ? അതാരാന്ന് അവൻ പറഞ്ഞില്ല. ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് രാഹുൽ എത്ര നാളായിട്ട് അറിയാം? ഒരു വർഷമായിട്ട് അറിയാം. വിശ്വസിക്കാൻ പറ്റുമോ? അതിന് എങ്ങനെ വിശ്വസിക്കും? ഏയ്, ഞാൻ ഒന്ന് വിട്ടുപോയാലോന്ന് ആലോചിക്കാം. എന്താ പെട്ടെന്ന്? ഇതിന്റെ പിറകിൽ ആരാണെന്നാലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞില്ലേ? നിന്ന് സസ്പെൻസ് ഇടാതെ ആരാന്ന് വെച്ചാൽ പറടാ. 2-3 ദിവസമായിട്ട് നിനക്ക് ഈ വീട് വിറ്റ ജോസഫിന്റെ പിറകെയായിരുന്നു ഞാൻ. ആളുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിലും ഈ ഇടയായിട്ട് ആൾ ഇച്ചിരി മോശം അവസ്ഥയിലായിരുന്നു. ആളുടെ കയ്യിലുണ്ടായിരുന്ന ആകെ പിടികളിൽ ഈ വീട് സ്ഥലം വിൽക്കുക എന്നുള്ളതായിരുന്നു. എല്ലാവർക്കും അതിന് മേലൊരു നോട്ടം ഉണ്ടായിരുന്നു. ഞാൻ ആ വഴിക്കൊന്ന് അന്വേഷിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അതിനിടയ്ക്ക് എനിക്ക് മറ്റൊരു ഇൻഫർമേഷൻ കിട്ടി. ജോസഫിന്റെ ഭാര്യ മേരി ഒരു നഴ്സായിരുന്നു. സ്വാഭാവികമായും ഡ്രഗ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ. പുള്ളിക്കാരിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ ഏതാണ്ട് ഉറപ്പിച്ചതാണ്. പക്ഷേ ഒരു ചോദ്യത്തിന് മാത്രം എൻ്റെ കയ്യിൽ ഉത്തരം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഇവിടെ കണ്ട തെളിവുകൾ ഓരോന്നായി എടുത്തു പറഞ്ഞ ശേഷം നടന്ന ജോസഫിന്റെ കൊലപാതകത്തിൽ ഞാൻ ഇവിടെ കണ്ട ഒരു തെളിവും കണ്ടില്ല. ആരോ കൃത്യമായിട്ടെല്ലാം മായ്ച്ചു കളഞ്ഞ പോലെ. എ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ക്രൈം. അതങ്ങനെ വെറുതെ നടക്കില്ലല്ലോ. അതും നമ്മൾ 3 പേരിൽ ഒരാളും അറിയാതെ. ബൈ ദ വൈ, നിന്റെ ഒരു ബ്രദർ ഡോക്ടറല്ലേ? ഓ, അപ്പൊ നീ പറഞ്ഞത് ഞാനും വർഷം കൂടെ അയാളെ കൊന്നു. വർഷയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാനെന്നാ ഞാൻ എന്തിനാ അയാളെ കൊല്ലുന്നേ? സത്യം എന്താണെന്നും ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്നും നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇനി അതിന് ഞാനൊരു വിശദീകരണം തരണമെങ്കിൽ പറയാം. പൈസയ്ക്ക് നല്ല അത്യാവശ്യം ഉണ്ടായിരുന്ന ജോസഫിന് നീ ഒരു എമൗണ്ട് അഡ്വാൻസ് കൊടുക്കണം. ബാക്കി പൈസ പിന്നെ തരാമെന്ന വാക്കിൻ്റെ പേരിൽ നീയും വർഷയും ഇവിടെ താമസമാക്കും. പക്ഷെ നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പൈസ സെറ്റാക്കാൻ നിനക്ക് പറ്റിയില്ല. അത് കൊടുക്കാതിരിക്കാൻ നീ ഒരു പ്ലാൻ സെറ്റ് ചെയ്യും. ഒരു ഫിയർ ഇൻഡ്യൂസിംഗ് ഡ്രഗിന്റെ സഹായത്തോടെ മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഈ വീടുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ സത്യമാണെന്ന് വരുത്തി തീർക്കുക. ആ പ്ലാൻ സ്വന്തം വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് അതിലെന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നീ എന്നെ വിളിക്കും. ഞാൻ വന്ന് കണ്ട് വെറുതെ അങ്ങ് പോകുന്നു നീ അങ്ങ് വിചാരിച്ചു. സംഭവം നടന്നതിന്റെ പിറ്റേന്ന് ടാങ്ക് ക്ലീൻ ചെയ്യാൻ നീ കയറിയെന്ന് വർഷ പറഞ്ഞപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയത്. പിന്നെ അന്നേ ദിവസം നീ ഒന്നും കഴിച്ചില്ല, കുളിച്ചില്ല എന്നുകൂടി കേട്ടപ്പോൾ ഞാൻ അതങ്ങ് ഉറപ്പിച്ചു. ശരി, ഞാൻ തന്നെ ചെയ്തേ. നിന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ.